നല്ലോണം അയക്കണം. മാറ്റാനല്ലേ കട്ടയാണല്ലേ. ഇടുക്കിയിലെ കറണ്ട് പോലെ അടിച്ചു പോകുമോ? ഏതാണ്ട് നമ്മള് ഫ്രെയിമുമ്മ ഫ്ലെക്സ് കയറ്റൽ തുടങ്ങിട്ടാ. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലെക്സ് അടിച്ചിട്ടുള്ളത്. ഹായ് ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വണ്ടി നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നു. വണ്ടിൻ്റെ ഓയില്, കോൺസുകൾ, ഗ്രീസടി കാര്യങ്ങൾ, മൊത്തത്തിൽ കേബിൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, പൊട്ടാൻ അയക്കണമില്ല എന്നുള്ളത്. അത്തരം പരിപാടികളാണ് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് കരുതുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10 മണിക്ക് 10 മിനിറ്റ്. ഇത്രയും നേരം വൈകാൻ കാരണം വേറെ ഒന്നുമല്ല, രാവിലെ ആയിരുന്നല്ലോ അർജൻറ്റീനൻ്റെ കളി. അർജൻറ്റീന 3 ഗോളിന് ജയിച്ചു, അർജൻറ്റീനയും അൾജീരിയയും. അപ്പോൾ അൾജീരിയ 3 ഗോളിന് തോറ്റു, അർജൻറ്റീന 3 ഗോളിന് വിജയിച്ചു. എൻ്റെ കയ്യിൽ നൂൽപുട്ടാണ്. നൂൽപുട്ട് ഉണ്ടാക്കി ഒരു ഇളം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ആരെയൊക്കെ അവിടെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. 10-10:30-ക്കൊക്കെയാണ് അവർക്ക് സ്കൂളിൽ തുടങ്ങുക. ഹായ്, പുതിയ കുപ്പായ. ഇതിൻ്റെ പാൻറ്റ് ചെറിയ ലൂസ് ഉണ്ടല്ലേ. ഇത് രാജേഷേട്ടൻ എടുത്തന്നാണ്. പാൻറ്റ് ചെറുതായിട്ടൊന്ന് നമുക്ക് അരവണ്ണം ഒന്ന് പാകാക്കേണ്ടതുണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല. മുടിയൊക്കെ കെട്ടി സ്കൂൾ പോയിക്കോട്ടാ. ഞാൻ പോവാണ്. മരുന്ന് കുടിച്ചോണ്ടോ? മരുന്ന് കുടിച്ചോ? മരുന്ന് കൊടുത്തോണ്ടോ? ഇന്നലെ ചുമയായതുകൊണ്ടാണ് ഇന്നലെ പോവാൻ. ഇന്ന് പോകണം. പിന്നെ റൂമത്തെ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഈ സ്വിച്ച് ഞാൻ വാങ്ങിയിട്ട് നമ്മളെ കൊണ്ട് വയ്ക്കാൻ പറ്റുന്ന തന്നെയാണ് കരുതണം. എന്നെ കൊണ്ട് പറ്റുന്ന തന്നെ കരുതണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വെച്ച് നോക്കും. ഇല്ലെന്നാണെങ്കിൽ പിന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിക്കേണ്ടി വരും. ഒരു സ്വിച്ച് വെക്കാനൊക്കെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാറുള്ള ബുദ്ധിമുട്ടാണ് എത്തിയിട്ടാണ്. അങ്ങാടിയിലാണ്, വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ സാധാരണ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് 10,000 ലിറ്ററിൻ്റെയാണ്, 10,000 കിലോമീറ്ററിൻ്റെയാണ്. അപ്പോൾ ഈ 10,000 കിലോമീറ്ററിൻ്റെ ഓയിൽ ഞാനൊരു 8 കഴിഞ്ഞാൽ ഒരു 9 ആകുമ്പോഴേക്ക് ഞാൻ മാറ്റലുണ്ട്. 8,000 കഴിഞ്ഞാൽ 9,000 ആകുമ്പോഴേക്കൊക്കെ ഇങ്ങനെ മാറ്റും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ്. ഇന്നലെ ഞാൻ അതിൻ്റെ ചെക്ക് ചെയ്യുമ്പോഴാണ്. പിന്നെ ഉണ്ണിയേട്ടന് ഇന്നലെ വർക്ക്ഷോപ്പിലേക്ക് ഞാൻ ഒന്ന് വന്നപ്പോൾ മൂപ്പര് വേറെ വണ്ടിൻ്റെ ഇഞ്ചൻ കഴിച്ചു വെച്ചിരിക്കണ്. അപ്പൊ അതിൻ്റെ ഒരു കേട് എങ്ങനെയാണ് വന്നതെന്നുള്ളതും കൂടി പറഞ്ഞപ്പോഴേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തത് ഇതിൻ്റെ അപ്പം എത്ര ആയി എന്നുള്ളത്. അപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെത് നല്ലോണം വഴുകിയിട്ടുണ്ട്. 1000 കിലോമീറ്റർ ഞാൻ ഏറെ ഓടിയിട്ടുണ്ട്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തിരക്കന്നല്ല, ആരുമില്ല. ഞാനൊരു മനസ്സം വന്നാൽ മതി, വേഗം ആകൂടെ വണ്ടി. ഇതാണ് നമ്മളുടെ ഇഞ്ചൻ റൂം, അതായത് നമ്മളുടെ ഫിൽറ്ററും. ഇതാണ് ഓയിൽ ഫിൽറ്റർ. അപ്പോൾ ഈ ഓയിൽ ഫിൽറ്ററുമ്പോൾ നമ്മുടെ കിലോമീറ്ററും നമ്മൾ ഏത് ഡേറ്റിനാണ് ചേഞ്ച് ചെയ്തതെന്നും ഇവിടെ നിന്ന് എഴുതി തരലുണ്ട്. അതായത് മുനിറാക്ക ഈ സ്പെയർ പാർട്സിൻ്റെ കടക്കാരനാണ്. അതങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് അത് മനസ്സിലാക്കാനും പെട്ടെന്ന് മാറ്റാനും പറ്റും. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളം? സോറി ബോട്ടാ, ആ ഓണടിയാണല്ല, ആ ഊരിയാണ്ട് പണിയും കൊടുത്തോളി. അടിയാത്ത കേടൊന്നുമില്ലേ, ഞാൻ കണക്ഷൻ ഒഴിവാക്കിയാണ്. ഇവിടെ 2 റൂൾസിന്റെ ഓണുണ്ട്, അതാണ് നമുക്ക് പറയാം. അത് ഞാൻ ഒഴിവാക്കിയാണ്. പണി എടുത്തോളി. നിങ്ങൾക്ക് വേണോ? വേറെണ്ടോ? ഇത് പേസ്റ്റ് ആകണല്ല. നിനക്ക് പൾസറിന്റെ ഓണ ചെങ്ങാണ്ടോ അല്ലേ? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് സൗണ്ട്. നോക്കി ഇന്നെന്താ വളരെ വിജനമായി കിടക്കണ ഇവിടെ? ഇന്നലെ നല്ല തിരക്കേനു. ഉണ്ണിയേട്ടല്ല ആശുപത്രിയോ? ലൈനർ നോക്കൊന്നും വേണ്ട. പക്ഷെ ബ്രേക്ക് ഓട്ടുമ്പോ കീയാണ് സൗണ്ട്. പൊടിയാണല്ലേ? പൊടിയാണ്. പൊക്ക ഒരു കമ്മി ഉണ്ടോ ഇല്ലെന്ന് ഇപ്പം അറിയില്ലല്ലേ, കുറേ കഴിയണ്ടേ. നല്ലോണം അയക്കണം. മാറ്റാനയക്കണല്ലേ, കട്ടയാണല്ലേ? പണി കിട്ടൂലേ? ഇത് ഇന്നലെ ഞാൻ ഉണ്ണിയായിട്ട് മറ്റേ ഇഞ്ചൻ കഴിച്ച് പണെടുത്തപ്പോഴേ മൂപ്പര് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ 1 കിലോമീറ്റർ നോക്കിയതാ. അതാണ്
ഇന്നലെ പിന്നെ നിങ്ങൾക്ക് തിരക്കായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ മാറ്റിയത് ഞാൻ. കട്ടൊക്കെ ഓക്കെ അല്ലേ? ഗ്രീസ് ഉണ്ടല്ലേ? അതിലുണ്ടോ നോക്കാം, സീറ്റ് ഒന്നിച്ച് നോക്കാം, അവിടെ ഉണ്ടോ? ഉണ്ട്. കട്ട ലൂസ് ഉണ്ടോ? ചെറിയ ലൂസ് ഉള്ളൂ അല്ലേ? പ്രശ്നമൊന്നുമില്ല, നല്ല മതി. ഈ സൈഡത്തെ കഴിഞ്ഞിട്ടാ, ഈ സൈഡത്തെ കട്ടയും കോൺസ് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ സൈഡിൽ നോക്കണം. ഫ്രണ്ടിൽ പിന്നെ പണിയില്ല, ഗ്രീസ് അടിച്ചാൽ മതിട്ടാ. ഇന്നിപ്പോൾ നമ്മളുടെ കിലോമീറ്ററാണ് എഴുതുന്നത്. ഇന്നത്തെ ഡേറ്റ് 67,429. രണ്ടാമത്തെ വണ്ടി. ഞാനിവിടെ ഇങ്ങനെ കുറച്ച് കസാര കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. ഓരോ പണി കഴിയട്ടെ, നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മൾ മുതലാളിയല്ലേ, നമ്മൾ വണ്ടി മുതലാളിയാണ്. എൻ്റെത് കഴിഞ്ഞു. ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാട്ടാ. നമ്മൾക്ക് ഏതാണ്ട് വർക്ക്ഷോപ്പ് ബില്ല് വന്നിട്ടുള്ളത് 1072 രൂപ സ്പെയർ പാർട്സിന് വന്നിട്ടുണ്ട് നമുക്ക്. അതായത് നമുക്ക് ഓയിലും, ഹൗസിങ് ഓയിൽ, ഗിയർ ബോക്സ് ഓയിൽ, പിന്നെ ഏതോ ഒരു സൈഡത്തെ കട്ട മാറ്റിയാണ്. അത് മിക്കവാറും ലെഫ്റ്റ് സൈഡേക്കാണ്, റൈറ്റ് സൈഡാണ് നമ്മൾ കണ്ടത്. കട്ട മാറ്റിയത് ഒക്കെ പാടെ കൂടിയിട്ട് പിന്നെ അവരുടെ സർവീസ് ചാർജ് 200 രൂപ. അത് വർക്ക്ഷോപ്പിലെ കൂലി 200 രൂപ. ഇപ്പൊ സമയം 11 മണി. 11 മണിക്ക് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് പോവാട്ടോ. പ്രതീക്ഷിച്ചതിന് മുമ്പായിട്ട്, അതായത് 11:40 ആയപ്പോ നമ്മൾക്ക് കൈനീട്ടം കിട്ടിയിട്ടാ. നിംസ് ഹോസ്പിറ്റലിലേക്ക് 30 രൂപ. അപ്പൊ ഇനി രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് സ്റ്റാൻഡിലേക്ക് പോയാൽ ഇന്നത്തെ ദിവസം ഓട്ടൊക്കെ കിട്ടും കേട്ടോ. മുമ്പൊക്കെ ഇതേമാതിരി ഇങ്ങനെ തിരിച്ചു പോകുമ്പോ മടക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമായിരുന്നു. ഈ ടൗൺ സ്ക്വയറിന്റെ ഭാഗത്ത്, ഇതൊക്കെ ഞങ്ങൾ ടൗൺ സ്ക്വയർ, നമ്മുടെ ഒരു പാർക്ക് ഉണ്ട്, ഗവൺമെന്റ് പാർക്ക്. അപ്പൊ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടിയായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ലടേ. രണ്ടാമത്തെ ട്രിപ്പ് വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കേട്ടാ. അതായത് നമുക്ക് ഇവിടുന്ന് എന്താ പറയാ, സ്റ്റാൻഡിക്ക് കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞ സ്റ്റാൻഡിക്ക് എത്തിയില്ല എന്നുള്ള ദൂരം കൊണ്ട് കിട്ടിയ ട്രിപ്പാണ്. സ്റ്റാൻഡിക്ക് അങ്ങോട്ട് എത്തുമായിരുന്നു, അപ്പോഴേക്ക് കിട്ടിയിട്ടുള്ള ഒരു ലോക്കലാണത്. അപ്പൊ നിസ്സാര ടൈം കൊണ്ട് തന്നെ നമുക്ക് 2 ലോക്കലായിട്ടാ. സമയം 1:45. ചോറിനാൻ വേണ്ടിയിട്ട് പോവാം. ഒരു 100 രൂപയുടെ ട്രിപ്പ് കിട്ടിയതാണ്, അത് കിട്ടി. ഇപ്പൊ നമ്മള് എത്ര രൂപയ്ക്ക് ഓടിയൊക്കെ അറിയോ? 270 രൂപയ്ക്ക് നമ്മൾ ഉച്ച വരെ നമ്മൾ ഓടിയിട്ടുണ്ട്. നമ്മൾ 11 മണിക്കാണ് സ്റ്റാൻഡിക്ക് എത്തുന്നത്, സ്റ്റാൻഡിക്ക് പോകുന്നത് 11 മണി തൊട്ട് 1:45 വരെ. ഈ പോകുന്ന വണ്ടൂരിലേക്ക് എത്തണമെങ്കിൽ ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ പോകണം. അപ്പോൾ വണ്ടൂരിലേക്ക് എത്തുന്ന ദൂരത്തിനുള്ളിൽ വല്ലതും കിട്ടുവാണെങ്കിൽ അതും നമുക്ക് സ്കോർ ചെയ്യാം. അല്ലാന്നാണെങ്കിൽ 270 രൂപ കേട്ടോ. അതായത് വീട്ടിലാണ്, പോരാനൊക്കെ വേറെ ഒന്നും കിട്ടിയില്ല. വീടിൻ്റെ സ്വിച്ച് ബോർഡ്, ഇതിൻ്റെ മേൽഭാഗത്ത് പൊളി ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ഇത് മുമ്പ് ഇതിൻ്റെ പണി എടുത്തു, യാതൊരുവിധ പരിചയം എനിക്കില്ല. കറണ്ട് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബോർഡിൻ്റെ ഇവിടെ 1, 2, 3, 4, 5 സ്ക്രൂ ഉണ്ട്. 5 സ്ക്രൂ വയ്ക്കുക, എന്നിട്ട് ഇവനെ പൊക്കുക. ഇവനെ പൊക്കിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എവിടെ ഇതാ ഈ സ്വിച്ചിന് എടുത്തുകൊണ്ട് അങ്ങോട്ടിടുക. ഇതിൻ്റെ ഉള്ളിൽ തുറന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് മണ്ണാണ്. ഉറുമ്പുകൾ കൊണ്ടുവന്ന് കിട്ടുന്നതായിരിക്കും. അതൊക്കെ മണ്ണൊക്കെ ചാടിക്കണം. വയറിങ്ങൊക്കെ പഴയ വയറിങ് കേട്ടോ. ഇത് പുതിയതാണല്ലേ, ഏതാണെന്ന് തോന്നുന്നു. ഈ റൂമിൽ ഞാൻ ഈ ഫാന് അതുപോലെ തന്നെ അവിടെ കിടക്കുന്നിടത്തൊക്കെ സ്വിച്ചൊക്കെ വെച്ചതാണിത്. വയറാണ് ഈ പോകണത്. ഇത് ഇങ്ങനെ അടിയിൽ കൂടെ പോയിട്ട് അവിടെ പൊന്തിച്ചേക്കണം. അപ്പോൾ സ്വിച്ച് ഇവിടെ ചാടിച്ചേക്കണം. ഇനി ഈ വയറുകൾ 3 ഇതാക്കണം, ഊരണം, കറക്റ്റായിട്ട് തേക്കാതെ തിക്കിടണം. അത്രേ ഉള്ളൂ. പോലും അല്ലേ, ഇടുക്കിയിലെ കറണ്ട് പോലും അടിച്ചു പോകുമോ? എന്താ അടിച്ചു പോലെ നമുക്ക് എന്ത് പണിക്കും നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. അതുകൊണ്ടോ ഞാനാകുമ്പോൾ ഊരാ തന്നെയാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് നമുക്ക് തേക്കേണ്ട രീതി നമ്മളത് പഠിച്ചിറങ്ങിയാണെന്നല്ലല്ലോ. അപ്പോൾ ഓല എങ്ങനെ ചെയ്ത് വെച്ചിരിക്കണേ, അതിൻ്റെ കോപ്പി നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക. ഞാൻ സ്വിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. ഞാൻ പറ്റില്ല. 2 അവിടെ ഇട്ട ഇതിപ്പോൾ 2 വേയാണ് ഈ സ്വിച്ച്. അപ്പോൾ ഇത് 2 വർക്കായില്ലെങ്കിൽ 1 വേങ്കിലും വർക്ക് ചെയ്യാൻ മതി. 1 വേങ്കിലും വർക്കായാൽ മതിയായിരുന്നതേ. 2 സ്വിച്ചല്ല. ഇട്ടോ കേട്ടോ, അവിടെ കേട്ടോ, നമുക്ക് നോക്കാമല്ലോ. ഇടുക്കിയിലെ കറണ്ടാണോ ഇവിടുത്തെ കറണ്ടാണോ കറണ്ട്
പിന്നെ ഈ സാധനം സ്വിച്ച് ഇതൊക്കെ സൂട്ടബിൾ ആണോ അല്ലേ? ചെങ്ങാവൻ അപ്പോഴും പറഞ്ഞു അത് മുറുക്കണതിന് മുന്നേ നോക്കിയായിരുന്നല്ലേ? അല്ലല്ലേ? ആ ഓക്കെ, ആരും പേടിക്കരുത്. മെയിൻ സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി പോവാണ്. ഓഫായി കിടക്കല്ലേ ഇപ്പൊ? ഇതല്ലേ? ഓ ഞാൻ വേണ്ട, അതിടും. ഓക്കെ റെഡി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി മെയിൻ സ്വിച്ച് ഇനി ഓഫ് ആക്കണോ? ഇനി ഓഫ് ആക്കേണ്ടത് നല്ലതാണ്. ഓഫ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇനി ബോർഡ് ഇങ്ങനെ നേരെ എടുത്ത് അവിടെ ഫിറ്റ് ചെയ്യുന്ന ആവശ്യം. എന്നാലും ചെറിയ ഷോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിതിൻ്റെ പണിക്കാരല്ല, അപ്പം നമ്മൾ ഓഫ് ആക്കേണ്ടതാണ് സേഫ്റ്റി. ഓക്കെ, മുരിങ്ങയുണ്ട്, രാവിലത്തെ ഇളം സാമ്പാറുണ്ട്, മത്തിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത് അല്ലേ? ആര്യമോൾ സ്കൂളിലാട്ടാ. 2:30 എന്ന് പറഞ്ഞിട്ട് 2:45 ആയിട്ടാ. അയ്യോ ബാക്കിൽ വണ്ടി ഉണ്ടേ. 2:45 ആയിട്ടുണ്ട്. 2:45 നേരത്താണ് ഞാൻ ഇറങ്ങുന്നത്. മഴ വരുന്നുണ്ട്. മഴ എന്ന് പെയ്താൽ മര്യാദയ്ക്ക് ഇവിടെ കുറച്ച് ദിവസമായിടോ മഴ പെയ്തിട്ട്. എന്താലേ, മഴക്കാലമാണ് ഇപ്പതേ. മഴയൊന്നും ഉഷാറാ. പക്ഷെ ഇന്ന് രാത്രി മഴ പെയ്യാതെ കേട്ടാ. നിൻ്റെ കയ്യിൽ ഫ്ലെക്സ് കിട്ടും. ഇന്ന് എനിക്ക് ഫ്ലെക്സ് അടിച്ച് കയറണം. ഡിസൈൻ കാര്യങ്ങൾ പ്രിൻറ്റിങ് എല്ലാം കഴിഞ്ഞിരിക്കണ്. ബാക്കി പരിപാടിക്ക് വേണ്ടിയിട്ട് ഫ്ലെക്സ് അവൻ കൊണ്ടുവരും. അവൻ കൊണ്ടുവന്നിട്ട്, ഞാൻ പറഞ്ഞില്ല ഫ്ലെക്സും കടയിലാണ് എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യണം. അവൻ കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ പാലത്തിങ്ങനെ ഞങ്ങളത് എന്താ പറയുക ഫ്രെയിം അടിക്കും. ഫ്ലെക്സിന് മാത്രമായിട്ട് ഫ്രെയിം അടിച്ചിട്ട് നേരെ കയറ്റി കയറാം. ചെങ്ങന്മാരെ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3:45 സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കളിക്കുകയാണ്. ഒരു ലോക്കൽ കഴിഞ്ഞിങ്ങനെ പോരാ. അപ്പോൾ മൊത്തത്തിൽ 3 ലോക്കലേ അടുത്തു ഉച്ചയ്ക്ക് ശേഷം. 4ാമത്തെ ലോക്കൽ, അല്ലെങ്കിൽ ഇന്ന് കാര്യപ്പെട്ടൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാര്യപ്പെട്ട ഒരു ട്രിപ്പ് അടുത്ത കിട്ടണം നമ്മൾക്ക്. കിട്ടും, അതെപ്പോഴാണെന്ന് അറിയില്ല. എന്തായാലും ഉണ്ടാവേ. ലൈനിൽ വണ്ടികളൊക്കെ അത്യാവശ്യമുണ്ട്. ഇവിടുന്ന് വണ്ടിനെ ലൈനൊക്കെ ഇടണം. ഇൻഡിക്കേറ്റർ ഇട്ടിക്കണ്, ബാക്ക് ഗ്ലാസ് നോക്കുന്നുണ്ട്, ഫ്രണ്ടിൽ വരുന്ന വണ്ടി ഒക്കെ നോക്കിയിട്ട് ഒറ്റ അപ്പൊ ഇങ്ങോട്ട് കിടക്കും. നാട്ടിലേക്കൊന്ന് പോവാണെങ്കിൽ വരാ. ഉച്ചയ്ക്ക് ശേഷം എടുത്ത ലോക്കലുകളിൽ 2 ഫോൺ ട്രിപ്പ് ആയിരുന്നു. ഇത് നമ്മൾ 4ാമത്തെ എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇതൊരു 80 രൂപ ട്രിപ്പാ. അപ്പൊ ഇതും ഫോൺ ട്രിപ്പ് തന്നെയാണ് കേട്ടോ. ചെങ്ങന്മാരെ സമയം 4:30. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഫോൺ ട്രിപ്പ് ആട്ടോ കളിക്കണേ. ആകെ ഒരു ലോക്കല് മാത്രമാണ് ഫോൺ ട്രിപ്പ് അല്ലാതെ കിട്ടിയത് തോന്നുന്നു. അതെ, ബാക്കിയെല്ലാം നമുക്ക് ഫോൺ ട്രിപ്പാണ്. ബാക്കിയെല്ലാം പറഞ്ഞാല് ഞാൻ 2 വട്ടം വാണിയമ്പലത്തേക്ക് വന്നു. അതൊന്ന് 120 രൂപയുടെ ആയിരുന്നു, ഒന്ന് 70 രൂപയുടെ ആയിരുന്നു. പിന്നെ നമുക്ക് 240 രൂപയുടെ ഫോൺ ട്രിപ്പൊക്കെ കിട്ടി. അപ്പൊ അതാണ് ഫോൺ ട്രിപ്പാണ് ഉച്ചയ്ക്ക് ശേഷം കളിക്കണം. ഇന്ന് എന്ത് പറ്റിയാവോ? ഇവരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നവർ തന്നെ. ഇവരെ ഇന്നേ ഉള്ളു ഫസ്റ്റ് ആദ്യം വിളിക്കല്. ഗേറ്റ് അടച്ച വീണ്ടും 30 ഗേറ്റ് അടവ് ഞാൻ കഴിഞ്ഞ് പോയിട്ടുള്ളൂ. ഇതെന്താ ഇപ്പൊ 2ാമത് ഗേറ്റ് അടവ്? ഇയാളറിയങ്ങള് കൊറേ കാലായി കണ്ടിട്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ ഞാൻ തന്നെ കാണലില്ല. എവിടെ നിങ്ങള് സത്യത്തില്? ഇല്ല, എന്താ പറയാ, ഒരു വലിയൊരു ഭക്തനാട്ടോ ആള്. നമ്മള് പറയില്ല ഇങ്ങനെ എന്താണ് പറയാ, അമ്പലവാസിയോ? പിന്നെ ക്ഷേത്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു, അതിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് ധനേശേട്ടൻ. അതാണ് ലഹരി. മറ്റൊരു ലഹരി ഇല്ല കേട്ടോ. ചായ കുടിക്കൂല, വലിക്കൂല, അതൊക്കെ പറഞ്ഞാണ്. എന്നാലും പുതിയ ആളുകളുടെ അങ്ങനെയാണ് അറിയാം. ഞാൻ മൂപ്പരെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എല്ലാരും ചോദിക്കലുണ്ട്, വിളിക്കണോലും മെസ്സേജ് അയക്കണോലും നേരിട്ട് കാണണോലും ധനേശേട്ടൻ എവിടെയാണ് മുന്നിൽ വന്നിട്ടില്ലേ? ഏതായാലും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ, എവിടെയാണ് എന്തെന്നൊക്കെ. വേറെ എന്തോ ഒരു ഉടായ്പ ഉണ്ട്. പരിപാടിയല്ല, ഉടായ്പിന്റെ പരിപാടിയേ നമുക്കില്ല. അങ്ങനൊന്നുമില്ലേ? ചിന്തിക്കന്നെ ശരിയാ. ചെങ്ങന്മാരെന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ട്രിപ്പ് 200 രൂപയുടെ ട്രിപ്പ്, 9 കിലോമീറ്റർ ദൂരത്തേക്ക്.
200 രൂപയുടെ ട്രിപ്പ് കിട്ടിയിട്ട് ഞാൻ റിട്ടേൺ മടങ്ങിക്കൊണ്ട് പോവാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാവുങ്ങൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുത്തെ പ്രധാന ടൗൺ എന്ന് പറയുന്നത് ഇവർക്ക് അടുത്തുള്ളത് പൂങ്ങോട് ടൗൺ ആണ്. പൂങ്ങോട് ചെറിയ ടൗൺ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാന ടൗൺ വരുന്നതൊക്കെ വണ്ടൂർ തന്നെ. അല്ലാന്നാണെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് കാളികാവ് ഭാഗമോ കരുവാരകുണ്ട് ഭാഗമോ തുവൂര് ഭാഗം ഒക്കെ പോവാം. അധികം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകളൊക്കെ വണ്ടൂർ ഇങ്ങനെ ആയിരിക്കാം പിടിക്കുന്നത്. ഇവിടുന്ന് ഈ ഒരു കാണുന്ന ഈ റോഡിലൂടെ ബസ് ഉണ്ട്. ബസ് സർവീസുള്ള ഏരിയ ആണ്. കുറച്ചുള്ളിലോട്ട് വരുന്ന ഏരിയ ആണ്. സമയം 7:15 ഇനിയിപ്പോ ഓടാനുള്ള സമയമില്ല എനിക്ക്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സ് നാട്ടിലേക്ക് എത്തും. അതിന്റെ പണി ചെയ്യണം. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എനിക്ക് ആവുമ്പോ തന്നെ കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. ഇവിടെ ചെക്കന്മാരിപ്പോ ഞാൻ മേലേക്ക് പോയപ്പോ, ഞാൻ വീടിന്റെ അടുത്ത് പോയപ്പോ അവിടെ ആൾക്കാരുണ്ട്. ഇപ്പൊ ആരുമില്ല അല്ലേ? പാലത്തിൻ്റെ ആളുണ്ട്. അപ്പൊ എന്റെ വണ്ടീനെ ഞാൻ ഐസായിട്ട് ഇവിടെ കയറ്റാം. റേസ് പക്കം റേസ് നേരെ. അപ്പൊ ഞങ്ങളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഫ്രെയിം അടിക്കാനുള്ള പരിപാടിയിലാണ്. 20:08 വേണ്ടത്. ഇത് 8 അടി അല്ലേ? 8 അടിയാണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചെക്കന്മാർ ഇപ്പോൾ ആ ഭാഗത്തേക്ക് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ടൂൾസ്. നമ്മൾ ആസം കത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ടൂള് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടി ടൈറ്റ് ആക്കിയിട്ടുണ്ട്. തോട്ടിലേക്ക് മറയരുത്. അവിടെ നിന്ന് തോടിൻ്റെ ഭാഗത്തേക്ക് കൈകാരം കാറ്റുണ്ടാകുക. അപ്പോൾ ആ ഒരു കാറ്റൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റൂലേ? കാറ്റ് അതാണ്. കണ്ണ അത് കുറച്ചുകൂടി അവിടെ തള്ളണ്ടേ? ബോർഡില്ലല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ആക്കിക്കണേ. ടെസ്റ്റ് ഇത് പൊളിച്ചോ? ഇതെങ്ങനെയൊക്കെ 2 ദിവസം നിന്നിക്കണെങ്കിൽ സമാധാനം ഉണ്ട്. ഇതൊക്കെ ലൂസാണ്. കണ്ണ പിന്നെ കെട്ടാളെ നടക്കിയോക്ക്, വെറുതെ നടക്കിയോക്ക് അങ്ങനെയൊക്കെ. എടാ ആവുമ്പോ ചവിട്ടി കയറിക്കൂടെ? ആവുമ്പോ ചവിട്ടിക്കൊരു ഉയരല്ലേ? സുഖല്ല എനിക്ക്. ഏതാണ്ട് നമ്മള് ഫ്രെയിമുമ്മ ഫ്ലെക്സ് കയറ്റൽ തുടങ്ങിട്ടാ. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലെക്സ് അടിച്ചിട്ടുള്ളത്. ഇതിപ്പോ തല കുത്തനെയാണ്. അവർ നിൽക്കുന്ന സൈഡാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. അല്ല ആയിട്ടില്ല, അത് പൊന്തിയിട്ട് വേണം അത് കാണിച്ചു കൊടുക്കാം. അല്ല ഇപ്പൊ തന്നെ അതിന്റെ വ്യൂ പോയില്ലേ? ഇന്നൊക്കെ പ്രത്യേകം കാണും എനിക്ക്. ഇന്റെ മുഖം മാത്രമേ ഇതിൽ കറക്റ്റ് ഉള്ളൂ. ആരോ എന്താ ഓക്കണേ. ഈ സൈഡ് നോക്കിയപ്പോ കണ്ട അടിപൊളി വ്യൂ ആയി. ഇതിലേതാണ് ഞാനെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്തണം. ശരിയാ. ഫ്രാൻസ് കാണിച്ചു കൊടുക്കാൻ പോലെ. ഫ്രാൻസ് കുറച്ചിട്ട് കാണിച്ചു കൊടുക്കുക. അതെന്താ വെച്ചാൽ ഇത് വലിയ സംഭവമൊന്നുമില്ല. കമന്റ് വരില്ലേ? അത് ശരിയാണ്. ഫ്രാൻസിന്റെ ആരാധകർ, പോർച്ചുഗൽ, ബ്രസീൽ ടീംസ്, ഓൾ ടീംസ് ബ്രസീൽ. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ ആളുണ്ട്, പിന്നെ അർജന്റീന. ഇത് പൊന്തിയിട്ട് ശരിക്കും കാണിച്ചു തരാടാ. ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ടത് വെക്കാൻ വേണ്ടിയിട്ട്. ആൾക്കാർ ഇറങ്ങി എടുത്ത് പോരെ. തോട്ടുകടല്ലേ? ആ പോട്ടെ സൈസാബാ നോക്കി പാട്ടാ. തോട്ടിക്ക് വല്ലിട്ടോ, കാലിലോട്ട് നോക്കിട്ടോ സൈസ. ഇവിടെ ചേരൽ നോക്കിട്ടോ. ഇവിടെ ചേരൽ നോക്കിട്ടോ. അറ്റെത്തിയോ? ആ നടക്കട്ടെ. അവിടെ കുത്തിയോ? ഉണ്ട്. ഇത്രയേറെയാണ് നമുക്കറിയാതെ. അപ്പോൾ നമ്മുടെ ഫ്ലെക്സ് കയറി കഴിഞ്ഞിരിക്കുകയാണ്. ആഹാ. അങ്ങനെയെങ്കിൽ ആ ഒരു ദൗത്യം കഴിഞ്ഞു. ഫ്ലെക്സൊക്കെ കയറി. ഇനി നാളെ ഒന്ന് ശരിക്കും കാണാം നമുക്ക്. ഇന്ന് പോർച്ചുഗലിൻ്റെ കളിയുണ്ട് 10:30. സമയം 10 മണി. അപ്പോഴേക്കൊന്ന് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് റെഡി ആയിട്ട് ചോറ് കൊണ്ട് ടിവിൻ്റെ മുന്നിൽ ഒന്നെടുത്താൽ മതിട്ടാ. മഞ്ച് കുഞ്ച് ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് സ്കൂള്? ആകെ പോട്ടെ.
ഇന്ന് 900 രൂപയ്ക്ക് ഓടിക്കണം. നമ്മൾ പോയത് ഓർക്കണം 11 മണിക്ക് നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. 11 മണിക്ക് നമ്മളുടെ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് നമ്മൾ 900 രൂപയ്ക്ക് ഓടി എന്ന് പറയുമ്പോഴേക്ക് വലിയ കാര്യമാണ്. നമ്മൾ എന്താ പറയുക, രാവിലെ 9:30 എത്തിയിട്ടും നമുക്ക് ഒട്ടുമിക്ക ദിവസം നമുക്ക് കിട്ടല്ലേ 900 രൂപ കിട്ടലില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളത്തെ ദിവസം നാളെ നമുക്ക് ഉഷാറാക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.